അല്ല ഇതെന്നാ ഈ തേങ്ങയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നേ? അവൻ ഗോതമ്പം വറക്കുന്നു. ഉണ്ടിയാവും. അതൊന്നും ആവൊന്നും ചെയ്യില്ലപ്പാ. അങ്ങനെ 2 മണി അരി എടുക്കാം. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഗോതമ്പ് ഉണ്ട പൊടിച്ചിട്ടാ? ഇന്നലെ അത് പൊറോട്ടി ഇറച്ചിയെല്ലാം കൊടുത്തിട്ട് രോഗിയായിട്ട് പുറത്ത് ചെയ്യുന്നു. മുമ്പേ കോതമ്പുണ്ട ഞാൻ കോതമ്പുണ്ട ജയിലിലെ കുപ്പ ആക്കി നോക്കാലോ. പണ്ട് അമ്മയ്ക്ക് ആക്കിത്തന്നെ ഞങ്ങൾക്ക്. അതിന് രസമൊന്നുമില്ല, മധുരമൊന്നുമില്ല, ഏലക്കറിയൊന്നുമില്ല. അന്നങ്ങനെ ഒരു ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കർക്കിടക മാസം ഒന്നുമില്ലാത്ത സമയമല്ലേ. അത് ഒരു പഴയ കാലത്തേക്ക് ഒരു പോക്ക് ഞാൻ പോയാലോ. എന്നാ ഭർത്തോ കൊണൂല് അന്നെ പറയുന്നു വേണ്ടേ? അല്ല അതിൽ നല്ല ലേശം അരി എടുത്തോ. ഞാൻ അരി വറുത്ത് തരാം. അല്ല അരി എടുക്കാം, ഞാൻ വറുത്ത് തരാം. ആ എന്നാ നോക്കട്ടെ. അടുപ്പിലങ്ങനെ കത്തിക്കുന്നില്ലല്ലോ. എനിക്കൊന്നാ പുഴക്കുഴലിനുണ്ടാമോ ചോരിന്? ഇത് കത്തുന്നേ ഇല്ല. വറക്കാൻ പറയുന്നില്ലാണ്ട് നിങ്ങൾ ആ പീടിയെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ പോരെ? ഒരു പാക്കറ്റ് എങ്ങാനും പീടിയെന്ന് വാങ്ങാലോ. പീടി ഉള്ളത് മതി. ഇട്ടൊന്നും ഇതാവൂല. നിങ്ങൾ പറയുമ്പോലെ അമ്മേ വറക്കെന്ന് പറയുമ്പോലെയാണ്. കുറച്ചേ വേണ്ടേ? കുറച്ചാക്കിയാൽ മതി. 2-3 ഉണ്ടാക്ക്. പിള്ളേരൊന്നും ഇല്ലല്ലോ. ആക്കി വെച്ചാൽ പോയി പോകുന്നില്ലത്. നിങ്ങൾ തിന്നെങ്കിലാക്കി തരാപ്പാ. നമുക്ക് ഓന്നെങ്ങാനോ ഞങ്ങൾക്ക് പണ്ടെല്ലാം തിന്നലുണ്ടേന്. അതിലിപ്പോൾ ആർക്ക് ഓർമ്മ തന്നെ ഇല്ല. അത് പണ്ട് ഉടലിലെല്ലാം ഒടിച്ചിട്ടാണ് ആക്കി തന്നേന്. നാഴിയുണ്ട, നാഴിയുണ്ട്, അല്ല ഉരിയുണ്ട. എനിക്ക് കൈ കൊണ്ട് വാരിയിടാനൊന്നും കഴിയില്ല. കാസേറ് നമ്മൾ മരത്തിൻ്റെ കാസേറ. ഇത് ഇന്നിപ്പോൾ എവിടെയും കൊണ്ടാണ് കാസേറ്. ഇത് ഇന്നുള്ള പിള്ളേർക്കൊന്നും ഈ കാസേറ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ. സേറ് കാസേറ് എല്ലാം. ഗോതമ്പം വറുത്തിട്ട് ഉണ്ടിയാക്കായിട്ട് ഇത് നല്ല അരിയാകുമ്പോൾ പോയിട്ട് ഇത് പൊരിയാൻ മനക്കൊന്നുമില്ല. അതിൽ പോയിട്ട് പൊരിയെല്ലാം ചെയ്യും. ഞാൻ 2 ഏലക്കായി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് ഗോതമ്പത്തിന് ഉണ്ടി ആക്കുന്നുണ്ട്. എന്നാൽ നേർക്ക് ഞാൻ ആക്കാം. പൊരിയുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചിട്ട് പൊരിയൊന്നും ചെയ്യില്ലാന്ന്. കുത്തിയ ഗോതമ്പായതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലേശം പിള്ളേർക്കാക്കിയിട്ട് കൊടുക്കുക. അരിയിലാക്കാട്ടി നല്ലതല്ലേ. അരി റേഷൻ അരി ആകുമ്പോണ്ടല്ലോ പൊരിയൂല. ഇത് പൊരിയുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ചാൽ പൊരിയൂല. ഞാൻ വെച്ചാൽ ഇപ്പോൾ നല്ല പൊരിച്ചലുണ്ടേ. നല്ലോണം പൊരിഞ്ഞു കേട്ടാ. വറുത്തിട്ടാകുമ്പോൾ ചെറിയൊരു പൊടി ഉണ്ടാവും. അപ്പോൾ അത് കളഞ്ഞാൽ തേങ്ങ ചിരകി വെച്ചു. വെല്ലം കുറുക്കലായിരുന്നു കേട്ടാ. ചുരണ്ടുപോയിന്. എന്നാലേ ഉണ്ടക്ക് രസം ഉണ്ടാവില്ല. അല്ലാതെ ഒരുപാടാണെങ്കിൽ കുറുക്കിയാൽ കുഴപ്പമില്ല. ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ചിരകി വെച്ചിട്ട് ഇനി മിക്സിയിലിട്ടിട്ട് ഇത് പൊടിക്കട്ട് കേട്ടോ. ചന്ദ്രാട്ടൻ്റെ പൂതിയല്ലേ, പൂതിയ ഇതാക്കിയേക്കാം. എവിടെയോ എന്നിട്ട് പിന്നെ ഇന്നേക്കത് മതി. നല്ല ഗോതമ്പ് പൊടിച്ചും കേട്ടോ. നല്ലോണം പൊടിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് മാറ്റട്ടെ. അടിക്കട്ട് കേട്ടോ. തേങ്ങയും വെല്ലവും എന്നിട്ട് ഉണ്ടിയാക്കിയിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. പണ്ടെല്ലാം തിന്നല്ലോ. പക്ഷെ പണ്ടെല്ലാം ഉണ്ടല്ലോ അമ്മിയും ഇന്നെല്ലാം പൊടിക്കലാണ്.
ഒരലിൻ്റെ അകത്തുനിന്ന് അമ്മിയും എന്നല്ല ഒരുപാട് ഒരുക്കും. ഇപ്പം അതൊന്നും മിക്സിയില്ല. ഇപ്പം അങ്ങനെ ഇതാക്കി വെച്ചു കേട്ടോ. നല്ല പാകത്തിനായി കേട്ടോ. ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഗോതമ്പുണ്ട് അടിപൊളി തന്നെയാണ്. ചെറിയ ഉണ്ട മതി നമുക്ക് തിന്നാനില്ലേ. പണ്ടെല്ലാം മവ് എടുത്തിട്ട് കൊത്തണം. പണ്ടത്തെ കല്യാണം കഴിഞ്ഞാലല്ലോ അരിയുണ്ടിയും കൊണ്ട് പോവും. അതിൻ്റെ അങ്ങ് കൊണ്ടുപോയിട്ടാകുമ്പോൾ അവിടുന്ന് അപ്പുറത്തെ വീട്ടിലെല്ലാം കൊടുക്കണ്ടേ, അന്നേരം പൊട്ടിക്കാൻ കിട്ടൂല. മവും കത്തിയാൾ കൊടുക്കണം ശരിക്കും. അങ്ങനത്തെ ഉണ്ടി ആയിരിക്കണോ? ഇന്നൊന്നും ആ ഉണ്ടിയൊന്നും ആവില്ല. പാരിക്കും ഒരലുണ്ടെങ്കിൽ ആ ഉണ്ടി ആവുമല്ലോ. ഇനിയിപ്പോൾ ദാ കൈപ്പിടി ഉണ്ടാ വണ്ണത്തിലാക്കിയിട്ട് ഇല പൊടിയണം. വണ്ണത്തിലാക്കിയിട്ട് ഇല പൊടിഞ്ഞിട്ട് കിട്ടുക. ഞാൻ മക്കൾക്ക് കുറേ കൊണ്ടുപോയി കേട്ടാ, ഒരുപാട് കൊണ്ടുപോയി. എല്ലാ വീട്ടിലും 3 ആളെ വീട്ടിലും. പിന്നെ ഇപ്പം എല്ലാം തളർന്നും നമ്മൾ. അതുകൊണ്ട് ഇനി പേടി ആർക്കും കൊടുക്കില്ല. അവർ നമുക്ക് കൊടുത്തതിട്ട് നമ്മൾ തിന്നോളാം. ഇത് 2 ദിവസത്തേക്ക് കടിയായില്ല. 2 ദിവസത്തേക്ക് കടിയായി. നിങ്ങൾക്ക് 2 ദിവസമല്ല, പൊമ്മൻ പോലെ ഒന്ന് തിന്നാനേ ഉള്ളൂ. ഈ മഴക്കാലത്ത് ഇത് തിന്നുപോകും. മഴക്കാലം വെറുതെ നിൽക്കുമ്പോഴല്ല നിങ്ങൾ തിന്നാനുള്ള ഒരു തിന്നു. അതാണ് കള്ളു കുടിക്കാനോ വിടുന്നില്ല, പിന്നെ ഇത് തിന്നണ്ടേ. കള്ളു കുടിക്കാൻ പൈസ ഇല്ലേന്നല്ലേ. പൈസ ഉണ്ടെങ്കിൽ പോകില്ലേ? അത് പോവും. ഇപ്പം ഞാൻ ജയിലിലുള്ള പോലല്ലേ ഒറ്റയിട്ടിരിക്കുമല്ലേ ഇന്നിടാ. അപ്പോൾ ഗോതമ്പുണ്ടേ തിന്നാ തടി വെട്ട്. നല്ല കേട്ടാ. ഇത് നമുക്ക് ഇനി ഇങ്ങനെ ആക്കാട്ടോ. നല്ല അങ്ങനെ നമ്മളെ ഗോതമ്പുണ്ടിയായി കേട്ടാ. അടിപൊളി ഗോതമ്പുണ്ടിയാണ്. എല്ലാവരും ഗോതമ്പ് ഓരോരോ കിലോനെ കിട്ടുന്നുണ്ടാവില്ല. ഓരോ വീട്ടിൽ ഓരോരാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 3 കിലോ കിട്ടുന്നുണ്ട്. അപ്പോൾ 3 കിലോ ഗോതമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ദോശ കൂടലും ഉണ്ടിയാക്കി തിന്നിട്ടാണ് കേട്ടോ. കർക്കിടക മാസമാകുമ്പോൾ പണ്ടത്തെ കാലം, ഇന്നിപ്പം കർക്കിടകത്തിൽ വിഷമമൊന്നുമില്ല. ഇപ്പം എല്ലാവരും പണിക്ക് പോകുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അന്നത്തെ കാലം ഒന്നും ഉണ്ടല്ലോ, പണിയൊന്നും ഇല്ലാത്ത സമയമാണ്. ഏത് സമയം മഴയായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വർഷം അങ്ങനെ കൂടിയിട്ടാണ്. ഇപ്പോൾ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ മഴ. അപ്പോൾ എല്ലാവരും ഗോതമ്പുണ്ടെങ്കിൽ ഉണ്ടിയാക്കിയിട്ട് പഴയ കാലത്തിലേക്ക് പോകാം കേട്ടോ. അതിന് ഞാനെല്ലാം പൊറുക്കിയിട്ട് ചന്ദ്രാട്ടിന് പോകുമ്പോൾ വരുമ്പോൾ തിന്നാനായി. ഇങ്ങനെ വണ്ണത്തിലാക്കണം, എന്നാലും ഞാൻ എല്ലാം ചെറിയ ഇതാക്കിന് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. ബായ്.